ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോളാണ്. പെസ് എന്ന് പറയാം. നമുക്ക് ഒരു രണ്ട് മാച്ച് കളിച്ചിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യാം. നമുക്ക് മാച്ച് കളിക്കും. മൈ ലീഗാണ് കളിക്കാൻ പോകുന്നത്. കുറേ നേരം എടുക്കും ഗൈസ്. കുറേ നേരം ഇങ്ങനെ നിന്നാലേ മാറത്തുള്ളൂ. നേരെ ഗെയിമോട്ട് സ്റ്റാർട്ടാവാൻ പറ്റത്തുള്ളൂ. കുറച്ച് ദിവസമല്ല, മാസങ്ങളെടുത്ത വീഡിയോ ഇട്ടിട്ട് വെറുതെ ഇരുന്നപ്പോൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ്. തുടങ്ങി. എൻ്റെ ടീമിന് ഇതിന് റെക്കോർഡാണ്. പക്ഷെ എന്നാലും മൈ ലീഗ് കളിക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് മാച്ചോട്ട് പോവാം. മൈ ലീഗ് എടുക്കാം. നമ്മൾ ചലഞ്ച് ഫെയിലിട്ടായിരുന്നു കേട്ടോ. ഇതാണ് കോമ്പറ്റീഷൻ ഇൻഫോ. നമ്മൾ 1ാം സ്ഥാനത്താണ്. നമ്മുടെ റിയൽ മാദ്രിഡ് ഇടാൻ നമ്മൾ 1ാം സ്ഥാനമാണ്. ഇതെൻ്റെ 2 പ്ലെയേഴ്സാണ് ടോപ്പ് സ്കോറേഴ്സ്. ഇവൻ 32 ഗോൾ അടിച്ചിട്ടുണ്ട്, ഇവൻ 14. പിന്നെ നമ്മുടെ ടീമിൽ വേറെ ആരും ഇല്ല. ഇവന്മാർ 2 ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത്. ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്ത 3 എൻ്റെ പ്ലെയർ തന്നെയാണ്. സെർജിയോ അഗ്യൂറോ, അവൻ 10 അസിസ്റ്റ്. സെറീഞ്ഞോ കിടുക്കൻ പ്ലെയറാണ്. നല്ല അസിസ്റ്റും നല്ല ക്രോസൊക്കെ ഇട്ട് കൊടുക്കും ഇവനും. പിന്നെ ഈ കമവിൻ്റെയും എന്തുവായിട്ടാണ്. പിന്നെ 6ാം സ്ഥാനത്ത് നമ്മളെ വെയിൻ റൂണിയാണ്. 5 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ മെസ്സിയാണ് 4 അസിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാച്ച് സ്റ്റാർട്ടാക്കാം. നമുക്ക് പ്രൊഫഷണൽ ഇല്ല, ബിഗിനർ വേണ്ട. പ്രൊഫഷണലൊക്കെ നമുക്ക് സിമ്പിളാണ്. മനുഷ്യൻ്റെ റെഡ് കാർഡ് മാറിയോ? അത് നോക്കാൻ മറന്നുപോയി. നമുക്ക് 1 മാച്ച് വരെ 2 മാച്ച് വരെ കളിക്കാൻ പറ്റുമെന്ന് എൻ്റെ സംശയം കേട്ടോ. 11% ഉള്ളൂ. ചിലപ്പോൾ എൻ്റെ പാർട്ട് 2 ആയിരിക്കും വരുന്നത്. ബാക്കി 2 മാച്ച് പാർട്ട് 2 ആയിട്ട് ചിലപ്പം വരും. ചിലപ്പോൾ അല്ല, പാർട്ട് 2 ഇടാം. സെറിഞ്ഞോ നടന്നില്ല. കമവേങ്ക, വില്യം പാച്ചോ, കിടുക്കം. കണ്ട, ഞാൻ പറഞ്ഞു കിടുക്കം പ്ലെയറാ. എൻസോൻ്റെ ഒരു ക്രോസ്. മെറിഞ്ഞോ നടന്നില്ല. ഗോളിൻ്റെ അടുത്തോട്ട് തന്നെ പോയേക്കും. ചുമ്മാ വെച്ചടിച്ച് ചുമ്മാ. ഇനി നമുക്ക് ഈ ഫുട്ബോളിൽ തന്നെയുള്ള കമൻറ്റ് കേൾക്കാം. Jim, you've played in games of this nature. Who can make the difference? I think Dani Parejo will be pulling the strings in that central midfield position, Peter. His link-up play is something he excels at, especially those short and medium-range passes, and he can really set the tempo of the day. Good mobility is always a plus too. I'm thinking the same. He will be a central feature, no doubt. And he's cleared it out of harm's way. Now it's Pepe. Excellent challenge there, uncompromising. Still goalless at the moment. Strong running down that left flank. Serginho's cross.
Should be the goalkeepers, and it is. That has been knocked clear. Messi ventures forward. Messi's cross. That was good pressing, forced the error to put an end to it before things could get even more threatening. Oh, that is a nice touch. Oh, lovely feed, he is such a good mover. And he's there to clear it. Has a look and plays it forward. And this is Perez. Well, a goal here just before half-time could mean a great deal. Pepe. Half-time getting close now. That's been cut out, well played. Vega. Oh, can he get onto this? And that is the end of the first half. So neither team... ഹാഫ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ഹാഫിലോട്ട് കൊടുക്കാം. നിങ്ങൾ ഈ ഫുട്ബോളിൻ്റെ കമൻറ്റ് കിട്ടുന്ന വിചാരിച്ചെങ്കിൽ നമ്മൾ തന്നെ കമൻറ്റ് പറയും. എൻസോ ഫെർണാണ്ടസ്, ട്രെൻറ്റ് അലക്സാണ്ടർ-ആർണോൾഡ്, സൂപ്പർസ്, ഫ്രെഡറിക്കോ വാൽവേർഡെ. നടന്നില്ല ഗൈസ്. ചാർജ് പെട്ടെന്ന് തീർന്നേക്കുകയാണ്. ചാർജ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയി വേസ്റ്റ്. ഫ്രെഡറിക്കോ വാൽവേർഡെ, വൈൻ റൂണി. Oh no, go. What a save of Emiliano Martinez. എമിലിയാനോ മാർട്ടിനസിൻ്റെ കിടക്കൻ സേവുകളാണ് നമ്മളിവിടെ കണ്ടത്. നമ്മൾ പോർന്നിട്ടെടുക്കാൻ പോവുകയാണ്. ആൾവടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. കമവേങ്കി പക്ഷേ ചെയ്തത് ബ്ലോക്ക്. എമിലിയാനോ ത്രൂ കിടക്കാൻ ത്രൂ ആയിരുന്നു. ട്രെൻറ്റ് അലക്സാണ്ടർ-ആർണോൾഡ് നടന്നില്ല. അക്കാൻജി, മെസ്സി ഇതാ പോസ്റ്റിൻ്റെ ഉള്ളിൽ മെസ്സി, ഇതാ മേരി. കിടക്കും ഓഫ്സൈഡ് ആയിരുന്നു. ആ ഒരു കാലും മൊത്തം എടുത്ത് പുറത്ത് അങ്ങോട്ട് കയറ്റി വെച്ച്. ആയതുകൊണ്ടാണ് നമുക്ക് പറ്റുവാണെങ്കിൽ PvP ഡിവിഷൻ്റെ നാളെ ഇടാം. പെട്ടെന്ന് കയറി ഡിഫറെൻറ്റ് അതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മിസ്പാസ്സായി. കുറേ ടാക്കിൾ ചെയ്തു പക്ഷെ നടന്നില്ല. സ്റ്റിൽ നീൽ റിയൽ മാദ്രിഡ് വിൽനീഡ്. എനിക്കറിയത്തൊന്നുമില്ലേ ക്ലബിൻ്റെ പേര്. നമുക്കാകെ റിയൽ മാദ്രിഡ്, ബാഴ്സലോണ, അറ്റിക്കല മാദ്രിഡ്, അങ്ങനത്തെ കുറേ കൊല്ലമാർ. ഇതെന്തോ ഇത് ഓഫ്സൈഡ്.
അവൻ്റെ കൈ പുറത്തോണ്ടിട്ട് പിന്നെന്തോ അടിക്കാതിരുന്ന മാത്രം എന്തോ മോനെ കിടക്കും മാച്ച് ഗൈസ്. സ്റ്റിൽ ഇതാ ആഹാ ഇത് അവന് പാസിട്ട് കൊടുത്ത പാസിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എനിക്കും പാസിട്ട് കൊടുത്തത്. ഇതോ മെറീനോ 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 on the counter. ഗോളിൻ്റെ അടിവശത്തുകൂടെയാണ് അടിച്ച് കയറ്റി വയ്ക്കുകയാണ്. ഗോളിൻ്റെ അടിവശത്തുകൂടെ നെക്ക് അടിവശത്തൂടെ കയറ്റി ഗോളി വിറച്ചു നിന്നു. ഇതോ നമ്മളെ റോബർട്ടോ മാർട്ടിനസ് കോച്ചായ എന്തോ പറയുകയാണ്. ഇതാ ഫൗൾ, റെഡ് കാർഡിൻ്റെ ഒരു സാധ്യതയാണ് കിട്ടിക്കാണും. യെല്ലോ കാർഡ് കിടുക്കൻ ഫൗൾ, കിടുക്കൻ ടക്ക്. ആദ്യം ഒരു വട്ടം ചമ്മിപ്പോയായിരുന്നു, പിന്നെ രണ്ടാമത്തെ വട്ടം കൊന്നിട്ട് ഓടിയേക്കാം. നല്ലൊരു ഫ്രീ കിക്ക് ആയിരുന്നു അവൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ ഇതാണ് മെറീനോ ആ സൂപ്പർ. 5 മിനിറ്റ് ആടാൻ ടൈം തന്നേക്കുകയാണ്. സെറീനോ ഗൈസ് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗൈസ് എന്നെ ഫോളോ ചെയ്തിട്ട് കൊല്ലുവിടുന്നെ. മാനുലക്കാജിൻ്റെ ഒരു പൊട്ട ഫ്രീ കിക്ക്. മാനുൽ കുങ്കാഞ്ചി കിടക്കും ഡിഫൻഡറാണ് കേട്ടോ. ഏറ്റവും കൂടിയ ഡിഫൻഡർ. ഇതാ നമ്മൾ കളി വിജയിച്ചിരിക്കുകയാണ്. മെറീനോൻ്റെ ഒരു കിടക്കം പടക്കം ഗോളിലാണ് വിജയിച്ചിരിക്കുന്നത്. പ്ലെയർ റേറ്റിംഗ് ഞാൻ വന്നേക്കുകയാണ്. ഞാനൊന്ന് ജനലടക്കാൻ പോയതാണ്. നമ്മൾ മെറീനോയാണ് ഏറ്റവും ഫസ്റ്റ്. 7.5% ഉണ്ട്. പിന്നെ ഒരു സ്റ്റാറും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അണ്ണന് എന്തോ പറ്റി ഗൈസ്. ജോസ്കൊക്കെ പാടി നമ്മളെ അണ്ണൻ പോയി ഗൈസ്. നമ്മളെ അണ്ണൻ്റെ സർപ്രൈസ് പക്ഷേ വായിക്കിട്ടതിൽ വേണ്ട. ചത്തുമെഴുകി കിടക്കുമായിരുന്നു കേട്ടോ. ഇവിടെ കണ്ട ശരി ചത്തുമെഴുകി കിടക്കുമായിരുന്നു. ഒരു മുട്ട റെഡ് കാർഡും പഠിച്ച് കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞു. ചെറുക്കൻ ഇപ്പോൾ ആശ്വാസമായി ഇരിക്കുകയാണെന്നാണ് പ്രതീക്ഷ. 341 സുപ്രഭാതം. 4ാം സ്ഥാനമായിട്ട് കളിക്കുന്നത്. ഇമേച്വർ വെച്ച് ജനറൽ സെറ്റിങ്സ് എനിക്ക് ബോൾ അങ്ങോട്ട് മാറ്റുകയാണ്. ഈ ഫുട്ബോൾ സ്റ്റേഡിയം ഇനി ഇപ്പോൾ ഈ ബോളാക്കുക, എന്നിട്ട് കളി അങ്ങനത്തെ ഇടുക. കുറേ ജേഴ്സിയുണ്ട്, നമുക്ക് ബ്ലോക്ക് ഇടാം.
കൊള്ളത്തൊന്നുമില്ല. സൂപ്പർ ഭാഗം പറ്റില്ല. മഞ്ഞ ജേഴ്സി നമുക്ക് വെള്ളയെ വെക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോശങ്കോ. നമുക്ക് ബിൽക്കൾസുള്ള ഇത് കൊടുക്കാൻ സ്കില്ലാണ്. ചെസ് കളിക്കുന്നവർക്ക് അറിയായിരിക്കും. അഗ്യൂറേനെ റൂണിനും വെൻറൂണിനെയും അഗ്യൂറേൻ്റെയും അതിനകത്ത് ബൈസൈക്കിളിൻ്റെ ഒരു സ്കില്ലുണ്ട്. പിന്നെ ഈ അഗ്യൂർക്ക് മറ്റേ ഈ കർവൊക്കെ കിടുക്കുമായിട്ട് അടിക്കാനും അറിയും. നമ്മൾ ഇങ്ങനെ ഇടും, എന്നിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ഇങ്ങനെ ഒരു ത്രൂ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു പാസ് മെസ്സി ഒരു പാസ് നേരെ കമവിംഗ കൊടുക്കും. കമവിംഗ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്. പിന്നെ ലയണൽ മെസ്സി ആർക്ക് ഇട്ട് കൊടുത്ത റൂണിൻ്റെ ഒരു ഹെഡ്. ദാറ്റ് വാസ് എ ഗ്രേറ്റ് ക്രോസ് എന്ന് മൊട്ടത്തലയും പറയുകയാണ്. നമ്മളെ കോച്ചാണ്, സ്വന്തം കോച്ചാണ്. നമ്മൾ ചുമ്മാ ടാക്കിൾ ചെയ്ത് കൊന്നു മഞ്ഞ. ഇവൻ്റെ കർവാണ്. കർവ് ഞാൻ കാണിച്ചു തരാം. ഓളൊന്നും ആകത്തില്ലെങ്കിലും നോക്കാം ഗൈസ്. കണ്ട നിങ്ങൾ കണ്ടോ? അവൻ്റെ കർവ് കണ്ട. ഇതാണ് കർവ്. ഇവൻ്റെ ഇടുക്കും കർവാണ് ഗൈസ്. ഇവൻ്റെ ബോള് കണ്ട ഗൈസ്. ടോപ്പ് കോർണറിലോട്ടാണ് ആ ബോൾ കയറി. നമുക്ക് ഇനിയും കാണിച്ചുതരാം ഗൈസ്. മാർവലസ് ഗോൾ. നോ കീപ് ഗോയിങ് എന്ന് മൊട്ടത്തലയും പറയുന്നു. റെഡ് കാർഡിനൊരു സാധ്യത. യെല്ലോ കാർഡാണ്. ചുമ്മാ റെഡ് കാർഡ് സാധ്യത എന്ന് പറയുന്നത്. ഈ ഫുട്ബോൾ ഇങ്ങനത്തെ ഫൗളിന് നമ്മൾ റെഡ് എന്നും പറയും ഗൈസ്. കണ്ട അടിച്ച് കളിയാണ്. തലയും കുത്തി വരുന്നെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് വന്നിട്ട് തല അടിച്ച് നേരം ബാക്ക് ഫ്ലിപ്പ് ചെയ്ത് വീഴുമായിരുന്നെങ്കിൽ റെഡ് കാർഡ്, യെല്ലോ കാർഡ്, റെഡ് കാർഡ് അങ്ങനെ കിട്ടിയാണ്. അങ്ങനെയൊന്നും കിട്ടത്തില്ല. റെഡ് കിട്ടുമോ? റെഡ് 2 യെല്ലോ കാണിച്ചിട്ട് റെഡ് കൊടുക്കും. അങ്ങനെയാണ്ടായിരുന്നു. മറന്നുപോയല്ല. നമ്മളന്ന് ഈ ഫുട്ബോളിന് കിട്ടിയപ്പോൾ നമ്മളെത്രയാണ് നോബായിരുന്നു. 2498 84 ഈ സ്ട്രെങ്ത് ഉള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ 3041. സെറീഞ്ഞോ നമ്മൾ പറഞ്ഞ് സൂപ്പർ പ്ലെയർ. സൂപ്പർ പ്ലെയർ എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയി കളഞ്ഞു. പ്ലെയറല്ല പ്ലെയർ. പെട്ടെന്ന് നാം അങ്ങോട്ട് തേക്കിപ്പോൾ സൂപ്പർ മെസ്സിൻ്റെ സൂപ്പർ ഷൂട്ടാണ് നമ്മൾ കണ്ടത്. ആരാധകർക്ക് ബോളൊന്ന് സൈനിട്ട് കൊടുക്കാൻ അല്ല, ബോളൊന്ന് തൊട്ട് നോക്കാൻ വേണ്ടി മെസ്സി ഇട്ട് കൊടുത്തതാണ് ബോൾ. അവൾ പറഞ്ഞു പ്ലീസ് ബോൾ എന്ന് ചോദിച്ചു. മെസ്സി ഇട്ട് കൊടുത്തതാണ്. വാട്ട് എ ഗോൾ! അഗ്യൂറേൻ്റെ സെക്കൻഡ് ഗോൾ നോക്ക് ഗൈസ്. ഗോൾ മിസ് പാസ് അടിക്കുന്നു, ഗോൾ കയറുന്നു. കറക്റ്റാണ്. ടോപ്പ് കോർണറിൻ്റെ താഴെയോട്ടാണ് അടിച്ചത്. മിസ് പാസ് അവനെ എടുക്കുന്നു, ബോളൊന്ന് ടച്ച് ചെയ്യുന്നു, നേരെ കോർണറിൻ്റെ ആ ഭാഗത്തോട്ട് അടിക്കുന്നു. ടൗൺ ബോളിൻ്റെ ടോപ്പ് കോർണറാണ് ഉദ്ദേശിച്ചത്. ഗൈസ് നമുക്ക് 3 മാച്ച് തന്നെ കളിക്കാം. പാർട്ട് 2 ഒന്നും ഇടാൻ വയ്യ. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടും. നാളെ ഒന്നും ഇടാൻ വയ്യ. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇട്ട് തരാമെന്നില്ല, ഇടാം. ഷോ ആയിരുന്നു ഷോ.
വലിയടത്തിന് ഒറ്റക്ക് കയറി പോകാൻ നോക്കിയത്, നടന്നില്ല. പക്ഷേ ചെറുക്കൻ്റെ ക്രോസാണ് ക്രോസ്, കണ്ട പക്ഷെ ആരും ഗോളടിക്കത്തുമില്ല. ഫോൾ ചെയ്യുന്നു, അത് റെഡ് കാർഡ് ഒന്നും കൂടെ മേടിക്കും. ഇത് അക്കാൻജി, നമ്മുടെ ഡിഫൻഡറാണ് ഈ പോസ്റ്റിലോട്ട് കയറി വരുന്നത്. ഡിഫൻഡർ വാട്ട് എ ഗോൾ അക്കാൻജി, അക്കാൻജി 100-ൻ്റെ ആണ് CB. അവിടുന്ന് ടാക്കിൾ ചെയ്ത് ബോൾ എടുക്കുന്നു, ഒരുത്തന്നെ ഡിഫീറ്റ് ചെയ്യുന്നു. അതൊരു കിടുക്കൻ ടോപ്പ് കോർണർ. അവനെ ഡിഫീറ്റ് ചെയ്യുന്നു, അടുത്തവനെ ഡിഫീറ്റ് ചെയ്യുന്നു. എന്നിട്ടൊരു 2 ടച്ച് ചെയ്ത് ഒരു ഷൂട്ട്. ടോപ്പ് കോർണർ, സെക്കൻഡ് ടോപ്പ് കോർണറാണ് ഗൈസ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത്. ഇതാ റോണിയാണ് എടുക്കാൻ പോയ ബോൾ, നടന്നില്ല. എൻസോ ഫെർണാണ്ടസ് നേരെ സെറീനോക്ക് കൊടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. ആദ്യം അടുത്ത മിസ് പാസ് കമവിംഗ, നല്ല വില്യം പാച്ചോയി അക്കാൻജിയൊക്കെ നല്ല ഡിഫൻഡർമാർ. ഹാഫ് ടൈം, മാച്ച് ഡേ 17. ഗൈസ് നമ്മൾ 2 ക്രോസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാച്ച് ഹൈലൈറ്റ് ഒന്നും കാണാൻ വയ്യ. നമ്മൾ മെറീനോനെ ചുമ്മാ എടുത്ത് കളഞ്ഞ കേട്ടോ, ചുമ്മാ എടുത്ത് സബിൻ്റെ അവിടെ നിന്ന് മാറ്റി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഗീറിനെ കയറ്റി. സെറീനോൻ്റെ ഒരു ക്രോസ് അല്ല, പക്ഷേ എനിക്കിപ്പോൾ ക്രോസിൻ്റെ എല്ലാം വരുന്നു. ബ്ലിറ്റ്സ്കൾസിൻ്റെ ആളായിട്ട് എന്ത് ഇവിടെ വന്ന് നിൽക്കുന്നു? എൻ്റെ സ്ഥലം ഇതാ. What a goal. ക്യാപ്റ്റൻ മെസ്സി ആണെങ്കിലും പുലി അഗ്യൂറ തന്നെ. ഗോൾ നോക്കൂ, ഒരുത്തന്നെ ചുമ്മാ ഡിഫീറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരുത്തൻ്റെ തലയിൽ മണ്ട കൂടെ ഇട്ടോ കുറഞ്ഞറിയട്ടായി. കണ്ട് ഇതിൻ്റെയൊക്കെ സ്കില്ലാണ് ഇത്. റൂണി നടന്നില്ല. എൻസോ നടന്നില്ല. കമവിംഗ നടന്നില്ല. അക്കാൻജി നടന്നു. ഇതാ 2 പേരെ ഡിഫീറ്റ് ചെയ്തു. 3 പേരെ ഡിഫീറ്റ് ചെയ്തു. ഇതെന്നാ കാണിക്കട്ടെ. എന്താ നമ്മളിപ്പം വന്നേക്കുകയാണ്. കയറി വന്ന് ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ് ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല ഗൈസ്. ചുമ്മാ ഈ ഗോളികളൊന്നുമില്ല. ഫസ്റ്റ് കിട്ടുമ്പോൾ ഇങ്ങനെ കയറി വന്ന് ഇങ്ങോട്ട് ഗോളങ്ങ് കൈ പിടിക്കും. ഒരുത്തന്നെ ഇങ്ങനെ റെഡ് കാർഡ് കിട്ടി ഗൈസ്. എന്നെ ഇങ്ങനെ നോക്കിയത് അവൻ പുറത്തുനിന്ന് കയറി പിടിച്ച് കൊടുത്തില്ല. റഫറി വിളിച്ച് ഫൗളല്ല, ഹാൻഡ് ബോൾ. ഇതാ 4 പേരെ ഡിഫീറ്റ് ചെയ്തോണ്ട്. ഇതാ അക്കാൻജി ഡിഫൻഡർ 4 പേരെ ഡിഫീറ്റ് ചെയ്തോണ്ട്. ഇത് 5ാമത്തെ ആളെ ഡിഫീറ്റ് ചെയ്യുന്നു. 5ാമത്തെ ആളെ ഇതാ ഡിഫീറ്റ് ചെയ്തു. ഇതാ 6ാമത്തെ ആളാ. ഇത് 6ാമത്തെ ആളെ ഡിഫീറ്റ് ചെയ്തു. 6 പേരെ ഡിഫീറ്റ് ചെയ്ത് ഒരു ഷൂട്ട് കോർണർ ലഭിച്ചു. 6 പേരെ ഡിഫീറ്റ് ചെയ്തു ഒരു ഷൂട്ട്. നമ്മളെ ടീമിൻ്റെ തലയിൽ തന്നെ അടിച്ചു കേട്ടോ, പേടിക്കണ്ട. അല്ലേ അപ്പം കുഴപ്പമില്ല. ഇതാ ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡ്. ഇതാ സൂപ്പർ. മെസ്സി അവൻ ബോളാന്നും പറഞ്ഞ് അവനെ നെഞ്ച് കയറി ബൈസൈക്കിൾ ഇടിച്ച് അവനെ നെഞ്ച് ചളങ്ങി കിട്ടിക്കാണ്. ഇപ്പം മെസ്സി അവൻ്റെ നെഞ്ചിൽ കയറി ചവിട്ടി ബൈസൈക്കിൾ ഇടിച്ച് ഇച്ചിരി കൂടിപ്പോയെന്ന്. കോർണറാണെന്ന് പറഞ്ഞു.
എന്തൊരു പോട്ടെ ജെറിയാണെന്ന് പറഞ്ഞാണ്. നല്ല സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ ഗോൾ അടിക്കാൻ മാത്രമേ. ഓ പിന്നെയും കോർണർ. ട്രൈ ടു ഷൂട്ട്. ഒന്ന് തന്നെ പറയാം, ഞാൻ ട്രൈ ചെയ്യാം. നീ ട്രൈ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ലേ. നിൻ്റെ ക്രോസും അല്ല, നിൻ്റെ കണ്ണും മതി ഗോളാവാൻ. നമുക്ക് അക്കാൻജിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കാൻ നോക്കട്ടെ. അക്കാൻജി ഇതാ ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള്, മൂന്നാൾക്കാരെ കേട്ടോ. ഹെഡേ വെച്ച് രണ്ടാൾക്കാരെ എടുത്ത് മൂന്നാള്. ഇത് നാലാള്, ഇതാ 5 ആള്, 6 ആള്, ഇതാ 6 ആളെയും ഡിഫീറ്റ് ചെയ്ത് 7ാമത്തത് ഗോളുമാക്കുന്നു. എത്രാമത്തെ ഗോളാണെന്നും പറഞ്ഞ കണ്ടോ, ഡിഫീറ്റ് ചെയ്യുന്നുണ്ടോ. എടുക്കേണ്ടതും നമുക്ക് ഇനി കൊണ്ടടിപ്പിക്കണ്ട. ഇനിയിപ്പോൾ അവൻ ഡിഫൻഡർ അല്ലേ, എന്നാലും അടുപ്പിച്ചേക്കാം. എമിലിയാനോ ചൂപ്പർ. എൻ്റെ മോനെ വില്യം പച്ചോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡിഫൻഡ് എല്ലാം സൂപ്പറാണ്. കമവിംഗ ഇതാ 2 പേരും ഡിഫീറ്റ് ചെയ്യുന്നു. പക്ഷേ തെള്ളി പിടിച്ചു വെച്ചു അവനെ. പക്ഷേ 5 മുട്ടക്ക് നമ്മൾ ബിൽബാവോ BRJ തോർപ്പിച്ച് വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തോടെ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം.